തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഇരയായ സ്ത്രീ മൊഴി നൽകാനെത്തി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് സുമയ്യ മൊഴി നൽകാനെത്തിയത്. അമൽ തേനമ്പറമ്പനാണ് വിവരങ്ങളുമായുള്ളത്. അമൽ, വളരെ വിചിത്രമായ ന്യായീകരണങ്ങളാണ് ജനറൽ ആശുപത്രി അധികൃതർ ഈ ചികിത്സാ പിഴവിന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സുമയ്യ മൊഴി നൽകാനായി എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ് ഇപ്പോൾ സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ തന്നെ സമ്മതിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ആശുപത്രിയുടേതായി വന്ന വിശദീകരണത്തിലും ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് ബോധ്യമുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തി അതിൽ തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് കണ്ടാണ് അന്ന് പിന്നീട് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകാതിരുന്നത് എന്നുള്ള ഒരു വിചിത്രമായ ന്യായീകരണമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന 50 സെൻറ്റിമീറ്റർ നീളമുള്ള 50 സെൻറ്റിമീറ്ററോളം നീളം വരുന്ന ഒരു ഗൈഡ് വയർ എന്ന് പറയുന്ന ഉപകരണമാണ് അകത്തുള്ളത്. ആ ഉപകരണം നെഞ്ചിൽ ഇരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ കൂടി ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. അതെന്ത് വിശദീകരണവും വിലയിരുത്തലുമാണ് എന്ന കാര്യത്തിൽ ഇത് ഇപ്പോഴും വ്യക്തതയില്ല. അങ്ങനെ പറഞ്ഞു പോകുന്നു. ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ കുടുംബത്തിന് എന്തായാലും അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നിപ്പോൾ DMO ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് അടക്കം കടക്കുകയാണ് കുടുംബാംഗങ്ങൾ. അതിന് മുന്നോടിയായാണ് ഇന്നലെ സഹോദരൻ ഒരു പരാതി കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നൽകിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സുമയ്യയെ മൊഴിയെടുക്കാൻ വിളിച്ചിരിക്കുന്നത്. സുമയ്യ കുടുംബം അടക്കമാണ് ഇവിടെ എത്തി ഇപ്പോൾ മൊഴി നൽകുന്നത്. മൊഴി നൽകിയതിനു ശേഷം പിന്നീട് DMO ഓഫീസിൻ്റെ ഇവിടെ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് നടന്ന ശസ്ത്രക്രിയയിൽ ഒരു കത്രിക വയറ്റിൽ കുടുങ്ങിയപ്പോൾ അത് എങ്ങനെയാണ് വയറ്റിൽ പോയത് എന്ന് അറിയില്ല എന്നുള്ള വിചിത്രമായ ഒരു വിശദീകരണം നൽകിയത് നമ്മൾ കണ്ടതാണ്. കത്രിക വയറ്റിലുണ്ട്, പക്ഷേ അത് എങ്ങനെ പോയി എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അതിന് സമാനമായി തന്നെ ഒരു വിശദീകരണം ഇവിടെയും നൽകുകയാണ്. ഡോക്ടർക്ക് നേരിട്ട് സംഭവിച്ച പിഴവാണോ അതോ ഒപ്പമുണ്ടായിരുന്ന സഹായികൾക്ക് ആർക്കെങ്കിലും സംഭവിച്ച പിഴവാണോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് പ്രാഥമികമായി ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർക്കെതിരെ ശസ്ത്രക്രിയാ പിഴവിൽ കേസെടുത്തേക്കും. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ മറ്റാർക്കെങ്കിലും ഈ സംഭവത്തിൽ വീഴ്ചയുണ്ടോ എന്ന് കണ്ടെത്തിയാൽ അവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പിഴവിൽ സുമയ്യ മൊഴി നൽകാൻ എത്തിയിരിക്കുകയാണ്. പോലീസ് ഇക്കാര്യം ഗൗരവത്തോടുകൂടി പരിശോധിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോഴും പറഞ്ഞൊഴിയുകയാണ് ജനറൽ ആശുപത്രി അധികൃതർ.